Hi students, welcome back to our costing class. ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മുൻപ് പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ടെക്നിക്സ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ ആണ്. മെറ്റീരിയൽസ് കൺട്രോൾ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നതിൽ ഏതൊക്കെ ടെക്നിക്സ് ആണ് എന്നുള്ളതാണ്. ഇനി ബാലൻസ് ഏതൊക്കെ ടെക്നിക്സ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൽ പറയാം. ഇതിന് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് EOQ പറഞ്ഞു, ദെൻ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ പറഞ്ഞു, അതുപോലെ ക്ലാസിഫിക്കേഷൻ, കോഡിഫിക്കേഷൻ, അങ്ങനെ സ്റ്റോക്ക് ലെവൽസ്, ഇതുവരെയുള്ള എല്ലാ ടെക്നിക്സും കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 3 ടെക്നിക്കും കൂടിയാണ് പറയാനുള്ളത്. അതിൽ ഒരെണ്ണമാണ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ സിസ്റ്റം. സ്റ്റോക്ക് വെരിഫിക്കേഷൻ സിസ്റ്റം ഓർ ഇൻവെന്ററി സിസ്റ്റം. Generally, the materials purchased for production are not fully consumed, and there is some quantity of stock at any time. To check the material losses, it is necessary to verify the material in stock. There are mainly 2 methods of verification of material: periodical inventory system and perpetual inventory system. And there is one more unfamiliar method is the blind or stock verification system. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ടെണ്ണം എന്ന് പറയുന്നത് ആദ്യത്തെ 2 മെത്തേഡുകളാണ്. ഇതങ്ങനെ കൂടുതൽ ഉപയോഗിക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് പലർക്കും അത് അത്ര ഫെമിലിയർ അല്ല ഈ മെത്തേഡ്. ഇതിൽ ഒരു മെത്തേഡായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ മെത്തേഡ് പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം. In periodic inventory system, the stock verification is done once in a period, usually at the end of accounting year. Then the entire material is physically counted, and the value of closing stock is ascertained for the purpose of preparation of final accounts. And in this period or during this period, the factory will be closed for 2 or 3 days for the stock verification. Okay. And this type of verification is also known as annual stock taking, and this is the less expensive stock verification method. And this method is not suitable for large business houses. അപ്പോൾ ഇതിൽ മെയിനായിട്ടും ഒരു വർഷത്തിലെ അവസാനമായിരിക്കും മിക്കവാറും നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപായിട്ടായിരിക്കും വെരിഫിക്കേഷൻ നടത്തുന്നത്. അത് പക്ഷേ ലാർജ് ഓർഗനൈസേഷൻസിനൊന്നും അത് അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് അല്ല. ചെറിയ ഓർഗനൈസേഷൻസ് ആണ് എന്നുണ്ടെങ്കിലാണ് ഈ മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ദെൻ അടുത്ത മെത്തേഡ് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം. In this system, all the movements of materials are recorded, and latest balance position is determined. And this refers to the maintenance of material records on a continuous basis. That means each receipt and issue of materials are recorded, and a new balance is ascertained. അപ്പോൾ എപ്പോഴൊക്കെ ഇഷ്യൂ അല്ലെങ്കിൽ റെസീറ്റ് വരുന്നുണ്ടോ ആ വരുന്ന എല്ലാ സമയത്തും അതേ സമയത്ത് തന്നെ അവിടെ അവർ ബാലൻസ് എത്രയാണെന്നുള്ളത്, പുതിയ ബാലൻസ് എത്രയാണെന്നുള്ളത് അവിടെ എഴുതി വെക്കും. അതിന് വേണ്ടി റെക്കോർഡ്സ് ഉണ്ട്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന റെക്കോർഡ്സ് ആണ് ബിൻ കാർഡ്സ് ആൻഡ് സ്റ്റോർസ് ലെഡ്ജേഴ്സ്. ദീസ് ആർ ദ 2 ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓർ റെക്കോർഡ്സ് ഓഫ് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം. ബിൻ കാർഡും സ്റ്റോർസ് ലെഡ്ജർ, അത് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ എന്താണ് ബിൻ കാർഡ് എന്ന് എന്താണ് സ്റ്റോർസ് ലെഡ്ജർ എന്നൊക്കെ പറഞ്ഞതാണ്. ഇനി ഈ പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് വരണം. കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് ആണ് എപ്പോഴും പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റത്തിൽ അവർ ഫോളോ ചെയ്യുന്നത്. is always followed by perpetual inventory system is always followed by a continuous stock taking system of stock taking. That means continuous stock taking. Then this is a system under which the physical stock taking of material is done on a continuous basis. Continuous ആയിട്ട് തന്നെ അതിൻ്റെ വെരിഫിക്കേഷൻ നടത്തും. And stock of a few items are taken every day. ചില ഐറ്റംസ് എല്ലാ ദിവസവും എടുക്കും, അതുപോലെ തന്നെ ചില ഐറ്റംസ് അത് എല്ലാ ദിവസവും എടുക്കില്ല. എന്നാലും ഈ എല്ലാ ദിവസവും എടുക്കുന്ന ഐറ്റംസിൻ്റെ ഫിഗേഴ്സ് അത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ബാലൻസ് ബിൻ കാർഡിൽ റെക്കോർഡ് ചെയ്യും. If there is any difference in the balances, the causes are explained and necessary adjustments are made in the records. എന്തെങ്കിലും കാരണം വെച്ചാൽ ഈ ബാലൻസ് ഇത് ചെക്ക് ചെയ്യുമ്പോൾ, മെറ്റീരിയൽസ് ചെക്ക് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും അനോമലീസ് വരികയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നും ദെൻ അതിലെന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യണം എന്നുള്ളതും ചെയ്യും. അത് എപ്പോഴാണോ വെരിഫിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്യും. ദിസ് എവരി ഐറ്റം ഓഫ് മെറ്റീരിയൽ വിൽ ബി ചെക്ക്ഡ് 5 or 6 times a year. ഒരു വർഷത്തിൽ തന്നെ
പല തവണയായിട്ട് മിക്കവാറും ഒരു 5 തവണയോ അല്ലെങ്കിൽ 6 തവണയോ എന്തായാലും ആ ഒരു സ്റ്റോക്ക് വെരിഫിക്കേഷൻ എല്ലാ മെറ്റീരിയലും വെരിഫൈ ചെയ്തിരിക്കും. ഇനി ഈ മെത്തേഡില് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ഈ അഡ്വാൻറ്റേജസിൽ പറയുന്നത് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം അവിടെ സ്റ്റോക്കിലുള്ള എല്ലാ മെറ്റീരിയൽസിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടും. അപ്പോൾ റിലയബിൾ ചെക്ക്, ആ സ്റ്റോറിൽ റിലയബിൾ ചെക്സ് പ്രൊവൈഡ് ചെയ്യും. ദെൻ പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് പീരിയോഡിക് സ്റ്റോക്ക് ടേക്കിംഗ് ആണെങ്കിൽ അവിടെ ഫാക്ടറി അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ അടച്ചിട്ടിട്ടാണ് അവർ സ്റ്റോക്ക് ടേക്കിംഗ് നടത്തുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സസ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും ഇതിൽ വരില്ല. Then this provides stock figures of all items of material at any time. എപ്പോൾ വേണമെങ്കിലും നമുക്ക് മെറ്റീരിയൽസിന്റെ ബാലൻസ് അറിയാം. ഇനി ഇന്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഈ മെത്തേഡാണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അതുപോലെ ലോസ് പിൽഫ്രേജ് ഓഫ് മെറ്റീരിയൽസ്, ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഏർലി ഡിറ്റക്ഷൻ അത് ഹെൽപ്പ് ചെയ്യും. ദെൻ സർപ്ലസ് വെരിഫിക്കേഷൻ ആക്ട് ആസ് എ ചെക്ക് ടു ഡിസോണസ്റ്റ് പ്രാക്ടീസസ് ഓഫ് എംപ്ലോയീസ്. എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്യാമെന്നുള്ളത് എംപ്ലോയീസിന് അതൊരു മാൽ പ്രാക്ടീസസ് നടത്താനൊക്കെ ആയിട്ട് ഉദ്ദേശിക്കുന്ന എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് അതൊരു പേടിയായിരിക്കും. അവരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് പറ്റും. ദെൻ ഈച്ച് ഐറ്റം ഓഫ് മെറ്റീരിയൽ ഗെറ്റ്സ് വെരിഫൈഡ് സെവറൽ ടൈംസ് എ ഇയർ. ഒരു ഇയറിൽ തന്നെ പലതവണ മെറ്റീരിയൽ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇൻവെന്ററി റെക്കോർഡ്സ്, ഇത് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിംസ് അങ്ങനെ അല്ലെങ്കിൽ ലോസ്, ഫയർ കൊണ്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ തെഫ്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന ലോസ്, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ക്ലെയിം ചെയ്യാനോ ഇൻഷുറൻസ് ക്ലെയിംസ് ഒക്കെ കിട്ടാനൊക്കെ ആയിട്ട് ഈ പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഇതിൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ നമ്മൾ നടത്തുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അതിൽ ഡിഫറൻസസ് വരാം. സ്റ്റോക്ക് വെരിഫൈ ചെയ്യുമ്പോൾ ഈ കോസ്റ്റ് എന്ന് പറയുന്നതിൽ ആ ഒരു ഡിഫറൻസ് വരുന്നതിന് പല റീസൺസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് രണ്ടായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വൽ കോസ് ഒന്നും അവോയ്ഡബിൾ കോസ് എന്നും അൺഅവോയ്ഡബിൾ കോസസ് എന്നാണ് അതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അവോയ്ഡബിൾ കോസസ് എന്ന് പറയുമ്പോൾ അവിടെ ക്ലറിക്കൽ എറേഴ്സ് കൊണ്ട് വരാവുന്നത്, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് തെറ്റായിട്ട് ബിന്നിൽ എൻ്റർ ചെയ്യുന്നത് കൊണ്ട്, അതുപോലെ പ്ലേസിംഗ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ദ റോങ് ബിൻ ആൻഡ് റോങ് ഇഷ്യൂ, ദെൻ ഓവർ ഇഷ്യൂ ഓർ അണ്ടർ ഇഷ്യൂ, ബ്രേക്കേജ് ആൻഡ് പിൽഫ്രേജ്, ഇതെല്ലാമാണ് അവോയ്ഡബിൾ. അപ്പോൾ നമുക്കത് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ ഡിഫറൻസ് വരുന്നത് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ലോസസ് ഡ്യൂ ടു ഇൻഹെറന്റ് നേച്ചർ ഓഫ് മെറ്റീരിയൽസ്. അതായത് ചില മെറ്റീരിയൽസ് അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആ മെറ്റീരിയൽ അങ്ങനെ ലോസ് ആവണ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കോസാണത്. അതുപോലെ ലോസ് ഡ്യൂ ടു ക്ലൈമറ്റിക് കണ്ടീഷൻസ്, ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ച് കൊണ്ട് ലോസ് വരുന്നതുണ്ട്. ദെൻ ഡ്യൂ ടു ബ്രേക്കിംഗ് ദ ബൾക്ക് ഇഷ്യൂയിങ് മെറ്റീരിയൽ ഇൻ സ്മോൾ ലോട്ട്, ബൾക്കായിട്ട് വരുന്ന മെറ്റീരിയൽസ് അതിൻ്റെ ചെറിയ ചെറിയ ലോട്ടുകളായിട്ട് നമ്മൾ അതിൽ നിന്ന് എടുക്കുമ്പോൾ അതിൽ ചിലപ്പോൾ പൊട്ടാനൊക്കെ ആയിട്ടുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ഡിറ്റീരിയോറേഷൻ ഓഫ് പെരിഷബിൾ ഐറ്റംസ്, ഐറ്റംസ് വരുന്നത് അതിൻ്റെ ഡിറ്റീരിയോറേഷൻ, ഇതൊക്കെ അൺഅവോയ്ഡബിൾ കോസസ് ആണ്. സ്റ്റോക്ക് വെരിഫിക്കേഷനിൽ ഡിഫറൻസ് വരാവുന്ന രണ്ട് കോസ്, അവോയ്ഡബിൾ കോസും അൺഅവോയ്ഡബിൾ കോസസ് ആണ്. അപ്പോൾ ആ ടെക്നിക്ക് കഴിഞ്ഞു. അതായത് സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്നുള്ള ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്കാണ് ഇപ്പോൾ കഴിഞ്ഞത്. അതിൽ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞ്, ആദ്യത്തെ പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം, പിന്നത്തെ പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അത്ര കോമൺ അല്ലാത്തൊരു മെത്തേഡാണ് ബ്ലൈൻഡ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ഇവിടെ വെരിഫൈ ചെയ്യണത് the verifiers are given the location but not details about code number, description and stock record balance in order to ensure a fair verification of stock. അതിൽ ജസ്റ്റ് ആ വെരിഫയേഴ്സ് നോക്കുക എവിടെയാണ് ആ മെറ്റീരിയൽ ഇരിക്കണേന്ന്, പക്ഷെ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും അവർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തരില്ല. കംപ്ലീറ്റ് ദ വെരിഫിക്കേഷൻ ആൻഡ് ഓൺലി ദെൻ റീകൺസിൽ വിത്ത് ദ സ്റ്റോക്ക് റെക്കോർഡ്സ്. ജസ്റ്റ് വെരിഫിക്കേഷൻ ചെയ്യുക, എന്നിട്ട് അത് സ്റ്റോക്ക് റെക്കോർഡ്സിൽ റീകൺസിൽ ചെയ്യാൻ മാത്രമാണ് അവർ ചെയ്യുക. ഇത് അത്ര പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡ് അല്ല, അതുകൊണ്ട് തന്നെ പലർക്കും ഈ ഒരു മെത്തേഡിനെ പറ്റി അത്രയാണ്ട് ഫെമിലിയർ അല്ല. ഓക്കെ, അപ്പം മൂന്നാമത്തെ മെത്തേഡാണ് ബ്ലൈൻഡ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്നുള്ള ടെക്നിക്ക് കഴിഞ്ഞു. ഇനി അടുത്ത ടെക്നിക്ക്, നെക്സ്റ്റ് 7th ടെക്നിക്കാണ് ഇംപ്രസ് സിസ്റ്റം. ഇംപ്രസ് സിസ്റ്റം എന്നുള്ളത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ക്യാഷ് ബുക്ക് പഠിച്ചപ്പോൾ അതിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒരു പീരീഡിൽ ഇത്ര ബാലൻസ്, ആ പീരീഡിൻ്റെ ബിഗിനിങ്ങിൽ ഇത്ര എമൗണ്ട് ക്യാഷ് ബാലൻസ് വെക്കും, എന്നിട്ട് ആ പീരീഡിൻ്റെ എൻഡ് ആവുമ്പോൾ എത്ര യൂസ് ചെയ്ത് കഴിഞ്ഞു, വീണ്ടും അടുത്ത പീരീഡിൻ്റെ ബിഗിനിങ്ങിൽ നേരത്തെ നമ്മൾ ഫിക്സ് ചെയ്ത അതേ ബാലൻസ് തന്നെ വെക്കാം.
അതേപോലെ തന്നെ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇൻവെന്ററിയുടെ കേസിലും യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇംപ്രസ് സിസ്റ്റം. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇതിൽ അവരൊരു മാക്സിമം ലെവൽ വെക്കും. ഓരോ ബിന്നിലും എത്രയാണ് വേണ്ട മാക്സിമം ലെവൽ എന്നുള്ളത് ഫിക്സ് ചെയ്യും. എന്നിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഒരു മന്ത് ആവും, അല്ലെങ്കിൽ ഒരു 1 വീക്ക് ആവാം, അങ്ങനെ പല രീതിയിൽ, ചിലപ്പോൾ 2 മന്ത് ആവും. പീരീഡ് അവർ ഫിക്സ് ചെയ്യും. ആ പീരീഡ് കഴിയുമ്പോൾ വീണ്ടും സ്റ്റോക്ക് വെരിഫൈ ചെയ്യും. എന്നിട്ട് നോക്കും. ഇപ്പോൾ ആ പീരീഡിന്റെ ബിഗിനിങ് നമ്മളിപ്പോൾ ഒരു 100 യൂണിറ്റ്സ് ആണ് അവിടെ സ്റ്റോക്ക് വെക്കണം ആ ബിന്നിലുള്ളത്. ദെൻ ആ പീരീഡ് കഴിഞ്ഞു, വീണ്ടും അവർ വെരിഫൈ ചെയ്തു. വെരിഫൈ ചെയ്തപ്പോൾ 100ൽ നിന്ന് ഒരു 50 യൂണിറ്റ്സ് അല്ലെങ്കിൽ 60 യൂണിറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാലൻസ് അവിടെ ഒരു 40 യൂണിറ്റ്സ് ഉള്ളൂ. വീണ്ടും അടുത്ത പീരീഡിന്റെ ബിഗിനിങ് ആകുമ്പോൾ വീണ്ടും അവർ 40 കഴിച്ച് പിന്നെ വീണ്ടും ഒരു 60 കൂടെ അതിൽ ആഡ് ചെയ്ത് ആ പീരീഡിന്റെ ബിഗിനിങ്ങിൽ വീണ്ടും അത് 100 ആക്കി മാറ്റാം, 100 യൂണിറ്റ്സ്. അങ്ങനെ ഒരു മാക്സിമം ലെവൽ ഫിക്സ് ചെയ്തിട്ട് അതിനനുസരിച്ച് വെരിഫിക്കേഷൻ നടത്തി വീണ്ടും ആ മാക്സിമം ലെവൽ തന്നെ പീരീഡിന്റെ ബിഗിനിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇംപ്രസ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇത് ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്കിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ദെൻ അടുത്ത ടെക്നിക്ക് സെലക്റ്റീവ് ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്കാണ് അടുത്തത്. സെലക്റ്റീവ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുമ്പോൾ അതിൽ കുറേ ടെക്നിക്സ് വരുന്നുണ്ട്. ABC അനാലിസിസ്, വെഡ് അനാലിസിസ്, ഇതൊക്കെ അതിൽ വരുന്നത്. ഇതിൽ മെയിനായിട്ടും നമ്മളിവിടെ പഠിക്കുന്നത് ABC അനാലിസിസും ദെൻ വെഡ് അനാലിസിസ്, FSL അനാലിസിസ് ഒക്കെയാണ് മെയിനായിട്ട് നമ്മളിതിൽ പറയാൻ പോകുന്നത് സെലക്റ്റീവ് ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്ക്. ഇതിൽ ആദ്യത്തെ നമുക്ക് നോക്കാം. ആദ്യത്തെ ABC അനാലിസിസ്. ABC അനാലിസിസ് എന്ന് പറയുമ്പോൾ ഓൾവേസ് ബെറ്റർ കൺട്രോൾ അനാലിസിസ് ഓർ ആൽഫബറ്റിക് കൺട്രോൾ അനാലിസിസ് എന്നും പറയും. This is one of the important technique of inventory control. This is an application of the principle of management by exception in the field of material management. നമ്മൾ മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ട് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ മെറ്റീരിയൽ മാനേജ്മെന്റിൽ അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ്, ടെക്നിക്കാണ് ABC അനാലിസിസ്. ഇതിൽ മെയിനായിട്ടും ചെയ്യുന്നത് അവർ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യാം. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ മെറ്റീരിയൽസും ഒരേപോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ളതാവില്ല. അപ്പോൾ അതിന് ഒരേപോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ല, അതിൻ്റെ ഇമ്പോർട്ടൻസിന് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂവിനനുസരിച്ച് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഈ ഒരു മെത്തേഡ്. This analysis is an attempt to have a better control over the materials and it is thus called as always better control. മെറ്റീരിയൽസിന്റെ ഒരു ബെറ്റർ ആയിട്ടുള്ള കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ടെക്നിക്കാണിത്. In this system all the materials are divided or classified into 3 categories, A, B and C. Here A group means costly materials and mostly 70 to 80% of the total value of materials are fall in this category. And the quantity നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 5 to 10% ക്വാണ്ടിറ്റി ആണ് ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൻ്റെ കോസ്റ്റ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റിൻ്റെ 70 to 80% വരെ കോസ്റ്റ് കാറ്റഗറി എയിലായിരിക്കും, എയിലെ മെറ്റീരിയൽസിനായിരിക്കും. ദെൻ കാറ്റഗറി B എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആകെ അതിന് പറയാം മോഡറേറ്റ്ലി എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അതിൽ വരും. ഈ മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി അല്ല വാല്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10 to 20% വാല്യൂ ഉണ്ടാവുള്ളൂ. ടോട്ടൽ മെറ്റീരിയലിൻ്റെ വാല്യൂവിൻ്റെ ഏകദേശം 10 to 20% കോസ്റ്റ് മാത്രമായിരിക്കും അതിന് വരുള്ളൂ. അതേപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി എടുക്കുകയായാലും ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ മെറ്റീരിയൽ ഉള്ളതിൽ 10 to 20% മാത്രമാണ് ഈ ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടാവുള്ളൂ. ദെൻ സി ഗ്രൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചീപ്പ് മെറ്റീരിയൽസ് എന്നുള്ള കാറ്റഗറി അത്. ദെൻ ഏകദേശം 5 to 10% വാല്യൂ ആണ് ഇതിനുണ്ടാവുള്ളൂ. മെറ്റീരിയലിൻ്റെ വാല്യൂവിൽ ടോട്ടൽ വാല്യൂവിൽ ഏകദേശം 5 to 10% വാല്യൂ മാത്രമാണ് ഈ കാറ്റഗറിയിലുള്ള മെറ്റീരിയൽസിന് ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ ആ ക്വാണ്ടിറ്റി 70 to 80% വരെ ഉണ്ടാവും. ക്വാണ്ടിറ്റി കൂടുതല, പക്ഷെ അതിന് വാല്യൂ വളരെ കുറവാണ്. അതാണ് സി കാറ്റഗറി. അപ്പം ഇങ്ങനെ എ ഗ്രൂപ്പിനാണ് ഈ അനാലിസിസിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബി ഗ്രൂപ്പിന് മോഡറേറ്റ് ലെവലിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, സി ഗ്രൂപ്പിന് വളരെ
താഴ്ന്ന ലെവലിലുള്ള ഇമ്പോർട്ടൻസ്. അപ്പോൾ അതിനനുസരിച്ച് ആ ഗ്രൂപ്പിലുള്ള മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്നത് വ്യത്യാസം, ആൾക്കാർ മാറ്റമുണ്ട്. എ ഗ്രൂപ്പ് ഹാൻഡിൽ ചെയ്യുക ടോപ്പ് മാനേജ്മെന്റ്, ബി ഗ്രൂപ്പ് മിഡിൽ ലെവൽ മാനേജ്മെന്റ്, സി ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് ലോവർ ലെവൽ മാനേജ്മെന്റ്. Okay, then this method is also known as proportional parts value analysis, or demand and supply method, or Pareto analysis, or 7-20-10 analysis. Then ഇങ്ങനെ പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് ഈ മെത്തേഡ്. ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജനറൽ ഇലക്ട്രിക് കമ്പനി, USA ജനറൽ ഇലക്ട്രിക് കമ്പനിയിലാണ് ഈ ABC അനാലിസിസ് കൊണ്ടുവന്നത്. ഇവിടെ ഈ കാറ്റഗറിയിലുള്ളതിൻ്റെയും അതിൻ്റെ അത് കൂടുതൽ വാല്യൂ ഉള്ള ഐറ്റം, ഇത് മോഡറേറ്റ് വാല്യൂ വരുന്നത്, ഇത് ചീപ്പ് ഐറ്റം, അതിൻ്റെ ടോട്ടൽ ഐറ്റം വരുന്നത്, അതായത് എത്ര ക്വാണ്ടിറ്റി ആണ് ഈ കാണിച്ചിരിക്കുന്നത്, ഇതിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ കാണിച്ചിരിക്കുന്നത്. ദെൻ ഇനി അടുത്ത ടെക്നിക്ക്, സെലക്റ്റീവ് ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്കിൽ അടുത്ത ടെക്നിക്കാണ് വെഡ് അനാലിസിസ്. അപ്പോൾ ഇത് പറയുന്നതിന് മുൻപ് ABC അനാലിസിസിൻ്റെ അഡ്വാൻറ്റേജസ് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ABC അനാലിസിസിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ വാല്യൂ ഉള്ള മെറ്റീരിയൽസിൻ്റെ സ്ട്രിക്റ്റ് കൺട്രോൾ അതിന് ഹെൽപ്പ് ചെയ്യും. ദെൻ മിനിമൈസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മെറ്റീരിയൽ, എല്ലാ മെറ്റീരിയൽസിലും ആവശ്യത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഒഴിവാക്കാം, ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് മിനിമൈസ് ചെയ്യാൻ പറ്റും. ദെൻ ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് കുറയ്ക്കാം. അതുപോലെ തന്നെ സഫീഷ്യൻറ്റ് സ്റ്റോക്ക്, C ഐറ്റംസ് ആവശ്യത്തിനുള്ളത് മാത്രം മതി, കൂടുതൽ അത് ക്വാണ്ടിറ്റി കൂടുതലാണ് വേണ്ടത്. അപ്പോൾ ആ മെറ്റീരിയൽസ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രം മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ സഫീഷ്യൻറ്റ് സ്റ്റോക്ക് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ അത് കണ്ടുപിടിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഈ ഒരു ABC അനാലിസിസ് കൊണ്ട് പറ്റും. ദെൻ അടുത്ത ടെക്നിക്ക് വെഡ് അനാലിസിസ് ആണ്. വെഡ് മീൻസ് വൈറ്റൽ, എസെൻഷ്യൽ, ഡിസൈറബിൾ. നമുക്കറിയാം, നമ്മൾ മുൻപ് പറഞ്ഞ ABC അനാലിസിസ് എന്നുള്ളതിൽ അവിടെ കൂടുതൽ വാല്യൂ ഉള്ള ഐറ്റംസിനാണ്, മെറ്റീരിയൽസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതല്ലാത്ത പല മെറ്റീരിയൽസും സ്റ്റോറിലുണ്ടായിരിക്കും. ഈ അതിൽ ഇപ്പോൾ സ്പെയർ പാർട്സിനൊന്നും അത്ര അങ്ങോട്ട് ഇമ്പോർട്ടൻസ് ABC അനാലിസിസിൽ കൊടുക്കണില്ല. പക്ഷേ ഈ സ്പെയർ പാർട്സിൽ പലതും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ അത് എഫക്റ്റ് ചെയ്യാം. അപ്പം അങ്ങനെ സ്പെയർ പാർട്സിനെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് വെഡ് അനാലിസിസ്. ദിസ് ഇസ് എ ടൂൾ യൂസ്ഡ് പ്രൈമറിലി ഫോർ ദ കൺട്രോൾ ഓഫ് സ്പെയർ പാർട്സ്. Here spare parts are classified into 3 groups: vital, essential and desirable groups. അതിൽ ക്ലാസിഫിക്കേഷൻ മെയിനായിട്ടും ചെയ്തിരിക്കുന്നത് ഈ സ്പെയർ പാർട്സിൻ്റെ എസെൻഷ്യാലിറ്റി അല്ലെങ്കിൽ ക്രിട്ടിക്കാലിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ, വൈറ്റൽ പാർട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷന് വളരെ അത്യാവശ്യമുള്ളതാണ്. These parts are very critical for production, and the non-availability of this materials or this parts may lead to immediate stoppage of production. ഈ മെറ്റീരിയൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പ്രൊഡക്ഷൻ ഡിലേ വരും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നിൽക്കും എന്നുള്ളതാണ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് വൈറ്റൽ സ്പെയർ പാർട്സ്. ദെൻ എസെൻഷ്യൽ പാർട്സ് എന്ന് പറയുമ്പോൾ അതിൽ വെരി ഇമ്പോർട്ടൻറ്റ് കാറ്റഗറിയിൽ വരുന്നത്. Then their absence beyond a day may cause stoppage of production. ഒരു ദിവസം വരെയൊക്കെ നമുക്ക് ഈ മെറ്റീരിയൽസ് ഇല്ലാതെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും പ്രൊഡക്ഷന്. പക്ഷേ ആ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ മെറ്റീരിയൽ കിട്ടാണ്ട് പ്രൊഡക്ഷൻ നടക്കില്ല. ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് എസെൻഷ്യൽ സ്പെയർ പാർട്സ്. ദെൻ തേർഡ് കാറ്റഗറി ഡിസൈറബിൾ പാർട്സ് ആണ്. ഡിസൈറബിൾ പാർട്സ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ആവശ്യമാണ്, ദേ ആർ നീഡഡ് ഫോർ പ്രൊഡക്ഷൻ. But their absence for a week or more so may not lead to stoppage of production. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒരാഴ്ച വരെ ഈ മെറ്റീരിയൽ അല്ലെങ്കിൽ സ്പെയർ പാർട്സ് ഇല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. 1 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് പ്രൊഡക്ഷനെ അത് ബാധിക്കും. ആ കാറ്റഗറിയിലുള്ള സ്പെയർ പാർട്സ്, അപ്പോൾ സ്പെയർ പാർട്സ് കാറ്റഗറിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. ഇനി അടുത്തത് തേർഡ് വൺ FSN അനാലിസിസ് ആണ്. FSN അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിൽ മെറ്റീരിയൽസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്: ഫാസ്റ്റ് മൂവിങ് ഗുഡ്സ്, സ്ലോ മൂവിങ് ഗുഡ്സ് ആൻഡ് നോൺ മൂവിങ് ഗുഡ്സ്. ഓൺ ദ ബേസ് ഓഫ് സ്പീഡ് ഓഫ് മൂവ്മെന്റ് ആണ് ഇവിടെ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ സ്പീഡ് വിത്ത് വിച്ച് ദേ ആർ കൺസ്യൂംഡ് ഇൻ പ്രൊഡക്ഷൻ. അതിൽ ആദ്യത്തെ ഫാസ്റ്റ് മൂവിങ് ഗുഡ്സ്. ഫാസ്റ്റ് മൂവിങ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ഫ്രീക്വൻറ്റ്ലി യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. And the inventory turnover ratio in the case of fast moving goods are higher
and these materials are purchased at frequent intervals. ഈ മെറ്റീരിയൽസ് നമുക്ക് എപ്പോഴും പ്രൊഡക്ഷൻ ഫ്രീക്വന്റ് ആയിട്ട് ആവശ്യമുണ്ട് താനും കൂടുതൽ നമ്മളത് എപ്പോഴും വാങ്ങും വേണം. അപ്പം അതിനനുസരിച്ച് ടേൺ ഓവർ റേഷ്യോ ഹൈ ആയിരിക്കും. അടുത്തത് സ്ലോ മൂവിങ് ഗുഡ്സ്. സ്ലോ മൂവിങ് ഗുഡ്സ് ആകുമ്പോൾ നോട്ട് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല, നോട്ട് ഫ്രീക്വന്റ്ലി യൂസ്ഡ് ആൻഡ് ഫ്രീക്വന്റ്ലി യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കുറയും. അതേപോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ബൾക്ക് ആയിട്ടൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, സ്മോൾ ക്വാണ്ടിറ്റിയിലാണ് ലെസ് ഫ്രീക്വന്റ് ആയിട്ടാണ് നമ്മളത് വാങ്ങുക. ദെൻ തേർഡ് കാറ്റഗറി നോൺ മൂവിങ് ഗുഡ്സ്. നോൺ മൂവിങ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര റയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദേ ആർ വെരി റയർലി യൂസ്ഡ് ആൻഡ് ദേ ആർ ഓൾസോ നോൺ ആസ് ഡോർമെന്റ് മെറ്റീരിയൽസ്. Then the small quantity of this type of materials are kept for use in the near future. വളരെ കുറച്ച് മാത്രമാണ് അത്, ഫ്യൂച്ചറിലായാലും നമുക്ക് വളരെ കുറച്ച് മാത്രം മെറ്റീരിയൽ ആവശ്യമുള്ളതാണ് ലാസ്റ്റ് കാറ്റഗറി നോൺ മൂവിങ് ഗുഡ്സ്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മൾ മെയിനായിട്ടും സെലക്റ്റീവ് ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്കിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ 8ാമത്തെ ടെക്നിക്കായിരുന്നു സെലക്റ്റീവ് ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്. ദെൻ ടെക്നിക്സിലെ ലാസ്റ്റ് ടെക്നിക്കാണ് ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി. ഈ ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി ടെക്നിക്ക് എന്ന് പറയുന്നത് ജിറ്റ്. ഈ ഇൻവെന്ററി ടെക്നിക്ക് മോഡേൺ ടെക്നിക്ക്, നമ്മൾ ഇൻവെന്ററി മാനേജ്മെന്റിൽ യൂസ് ചെയ്യുന്നതായിട്ട് മോഡേൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. This was first used by the Japanese motor company Toyota, and the system mainly aims at minimizing inventories of raw material and work in progress, and they also aims at eliminating waste from every aspect of manufacturing and its related activities. അപ്പോൾ കൂടുതൽ സ്റ്റോക്ക് ചെയ്യുന്നത് ഒഴിവാക്കുന്നതിലൂടെ തന്നെ നമുക്ക് പല വേസ്റ്റേജസ് കുറയ്ക്കാം, കോസ്റ്റ് കുറയ്ക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി. The term JIT refers to purchasing or producing only what is needed and when it is needed and in just the quantity needed. Okay, in this system, raw materials are received just in time, go into production, manufactured, parts are completed just in time to be assembled into products, and products are completed just in time to be sold to the customers. അപ്പോൾ എപ്പോഴാണ് ആവശ്യം വരുന്നത്, ആവശ്യമുള്ള സമയത്ത് മാത്രം മെറ്റീരിയൽ വാങ്ങണതായാലും പ്രൊഡക്ഷന് വേണ്ടി അത് അസംബിൾ ചെയ്യുന്നതായാലും എല്ലാതും എപ്പോഴാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രം ചെയ്യുന്നതാണ് ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി. അപ്പോൾ നമുക്ക് വളരെ മിനിമം ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളൊരു ബെനിഫിറ്റ് ആണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ ലോഡ് ടൈം, സെറ്റപ്പ് ടൈം ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം, ഇൻവെന്ററീസ് റെഡ്യൂസ് ചെയ്യാം, ഫ്ലെക്സിബിലിറ്റി കൂടും. ദെൻ ഷോർട്ടൺ റിയാക്ഷൻ ടൈം ടു കസ്റ്റമേഴ്സിൻ്റെ അവരുടെ റിയാക്ഷൻ ടൈം അത് നമുക്ക് കുറയ്ക്കാം, ഓവർ പ്രൊഡക്ഷൻ കുറയ്ക്കാം, സ്പേസ് യൂട്ടിലൈസേഷൻ ഹെൽപ്പ് ചെയ്യും, അതുപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ കുറേ അഡ്വാൻറ്റേജസും ഒബ്ജക്റ്റീവ്സും ആണ് മെയിനായിട്ടും just in time inventory technique. Okay, these are all about the various techniques used in inventory control or material control. That's all about today's video. Thank you.